ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ലൈംഗിക അടുപ്പത്തെക്കുറിച്ചുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റി ഇത് ശരിക്കും എത്ര സിമ്പിളാണെന്ന് നമുക്ക് നോക്കിയാലോ? നമുക്ക് ഒരു സത്യം അംഗീകരിച്ചുകൊണ്ട് തുടങ്ങാം. സത്യം പറഞ്ഞാൽ മിക്ക കപ്പിൾസും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കൂടിയാൽ മൂന്നോ പൊസിഷനുകളിൽ ഒതുങ്ങിപ്പോവാറാണ് പതിവ്, അല്ലേ? അതവരുടെ ഒരു കംഫർട്ട് സോൺ പോലെയാണ്. പക്ഷേ ഇന്റർനെറ്റിൽ നോക്കിയാലോ, പൈൽ ഡ്രൈവർ മുതൽ പിൻവീൽ വരെ പേരുകൾ കേട്ടാൽ തന്നെ ചിലപ്പോൾ തല കറങ്ങും. ഇതൊക്കെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പോ ഇത്രയധികം ഓപ്ഷൻസ് ഉള്ളപ്പോ നമ്മൾ എവിടെ നിന്ന് തുടങ്ങും, അല്ലേ? അതാണ് യഥാർത്ഥ ചോദ്യം. അതിന് വളരെ സിമ്പിളായ ഒരു വഴിയുണ്ട്. സത്യത്തില് ഈ കാണുന്ന നൂറുകണക്കിന് പൊസിഷനുകളെയും നമുക്ക് വെറും 5 അടിസ്ഥാന രീതികളായിട്ട് ചുരുക്കാൻ പറ്റും. അതെ, വെറും 5 എണ്ണം. അപ്പം നമുക്കതിലെ ആദ്യത്തെ വിഭാഗത്തിലേക്ക് പോകാം. അതായത് മുഖാമുഖം വരുന്ന പൊസിഷനുകൾ. ഇത് കൂടുതൽ വൈകാരികമായ അടുപ്പത്തിനാണ് സഹായിക്കുന്നത്. ആദ്യത്തേത് പുരുഷൻ മുകളിൽ വരുന്ന രീതി. മിഷണറി എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ബോറിംഗ് ആയി തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ക്ലിറ്റോറൽ സ്റ്റിമുലേഷന് ഇത് ഏറ്റവും നല്ല ഒന്നാണ്. കണ്ണിൽ നോക്കി, ചുംബിച്ച്, തലോടി ആ ഒരു വൈകാരിക അടുപ്പം അത് വേറെ ലെവലാണ്. ഇനി ഇതിൽ തന്നെ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇടുപ്പിന് ഒരു 8ന്റെ ആകൃതിയിൽ ചെറിയൊരു ചലനം കൊടുത്തു നോക്കൂ. അല്ലെങ്കിൽ റിവേഴ്സ് ഡോഗി പോലെ ഒന്ന് ട്രൈ ചെയ്യാം. ഉത്തേജനം കൂട്ടാൻ ഇതൊക്കെ നന്നായി സഹായിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ രീതി, അതായത് സ്ത്രീ മുകളിൽ വരുന്നത്. ഇവിടെ കൺട്രോൾ മുഴുവൻ സ്ത്രീയുടെ കയ്യിലാണ്. വേഗത, ആഴം, താളം എല്ലാം അവർക്ക് തീരുമാനിക്കാം. ഇത് സ്വന്തം സന്തോഷം കണ്ടെത്താനും ആസ്വദിക്കാനും സ്ത്രീയെ ഒരുപാട് സഹായിക്കും. അപ്പോ നോക്കൂ, ഈ 2 രീതികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. ഒന്നിൽ പുരുഷനാണേ നിയന്ത്രണമെങ്കിൽ മറ്റേതിലത് സ്ത്രീക്കാണ്. പക്ഷെ രണ്ടിലും ആ ഒരു ഇന്റിമസി, കണ്ണുകളിൽ നോക്കിയുള്ള അടുപ്പം അതൊരുപോലെ കിട്ടും. ശരി, ഇനി നമുക്ക് കാഴ്ചപ്പാടൊന്ന് മാറ്റിപ്പിടിച്ചാലോ? പിന്നിൽ നിന്നുള്ള രീതികൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കുറച്ചുകൂടി ഒരു വന്യമായ, പ്രാകൃതമായ ഫീല് തരുന്ന ഒന്നാണ്. ഡോഗി സ്റ്റൈൽ എന്ന് പൊതുവേ പറയുന്ന ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം ഏറ്റവും ആഴത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും എന്നതാണ്. ജി-സ്പോട്ട് ഉത്തേജനത്തിന് ഇത് വളരെ നല്ലതാണ്. ഒപ്പം പുരുഷന് പങ്കാളിയുടെ പുറത്തും കഴുത്തിലുമൊക്കെ തലോടാനും കൂടുതൽ അടുപ്പം കാണിക്കാനും സാധിക്കും. ഇതിന്റെ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ലിംഗമാണെങ്കിൽ പോലും ഈയൊരു പൊസിഷനിൽ വലുതായി അനുഭവപ്പെടുമെന്ന് പല സ്ത്രീകളും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പലർക്കും പ്രിയപ്പെട്ടതാണ്. ഇതിലെ തന്നെ ഒരു കിടിലൻ വേരിയേഷനാണ് റിവേഴ്സ് കൗഗേൽ. ഇവിടെ കൺട്രോൾ വീണ്ടും സ്ത്രീയുടെ കൈയിലേക്ക് വരും. അവർക്ക് സ്വയം ഉത്തേജിപ്പിക്കാനും കാര്യങ്ങൾ നിയന്ത്രിക്കാനും എളുപ്പമാണ്. ഇനി നമുക്ക് അവസാനത്തെ 2 രീതികളിലേക്ക് കടക്കാം. ഇതൊക്കെ നമ്മുടെ പതിവ് രീതികളിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. കുറച്ചുകൂടി ക്രിയേറ്റീവ്, കുറച്ചുകൂടി സ്പോണ്ടേനിയസ്. അതിലൊന്നാണ് ഇരുന്നുകൊണ്ടുള്ള രീതികൾ. ഇതൊരു പ്രത്യേകതരം അടുപ്പാണ് നൽകുന്നത്. സ്ത്രീ മുകളിൽ വരുന്ന രീതിയുടെ തന്നെ ഒരു വേരിയേഷനാണിത്. കസേരയിലോ കട്ടിലിന്റെ അറ്റത്തൊക്കെ ഇത് പരീക്ഷിക്കാം. വ്യത്യസ്തമായ ആംഗിളുകൾ പുതിയ അനുഭവങ്ങൾ നൽകും. അപ്പോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ രീതി നിന്നുകൊണ്ടുള്ള പൊസിഷനുകളാണ്. ഇതൊരുതരം പെട്ടെന്നുള്ള ആവേശം, ഒരു പാഷനൊക്കെയാണ് കൊണ്ടുവരുന്നത്. ക്വിക്കികൾക്ക് ഏറ്റവും ബെസ്റ്റാണിത്. ഒരു സാഹസികത, ഒരു സ്പോണ്ടേനിറ്റി, അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം നമ്മൾ ഈ 5 പ്രധാന രീതികളെക്കുറിച്ചും സംസാരിച്ചു. പക്ഷെ ഇതിനെല്ലാം അപ്പുറം യഥാർത്ഥ രഹസ്യം എന്താണെന്നറിയാമോ? അതാണ് ഏറ്റവും പ്രധാനം. സത്യത്തിൽ ഏറ്റവും നല്ല പൊസിഷൻ എന്നൊന്ന് ഇല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സന്തോഷം നൽകുന്നത് എന്താണോ അതാണ് ഏറ്റവും നല്ലത്. അത് ചിലപ്പോൾ ഇതിലൊന്നും പെടാത്ത പുതിയ ഒന്നായിരിക്കാം. അപ്പോ ആ ഒരു കണ്ടെത്തലിലേക്കെത്താൻ എന്ത് ചെയ്യണം? 1, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടി കാണിക്കരുത്. 2, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എന്ത് സുഖം നൽകുന്നു എന്ന് പരസ്പരം തുറന്ന് സംസാരിക്കുക. പിന്നെ 3-മത്തേത്, ഇതിനിടയിൽ വരുന്ന ചെറിയ അബദ്ധങ്ങളോർത്ത് ചിരിക്കുക, എൻജോയ് ചെയ്യുക. അല്ലെങ്കിലും ഒരുമിച്ച് പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് പഠിക്കുന്നതിലുള്ളൊരു രസമില്ലേ? അതുതന്നെയല്ലേ ഇതിലെ ഏറ്റവും വലിയ സന്തോഷം.